ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മളിന്ന് മുരിങ്ങൻ്റെ ഇലൻ്റെ അടിപൊളി ഒരു കറിയാണ്, നല്ല പത്തിരിക്ക് കൂട്ടാൻ പറ്റിയ കറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് വഴറ്റി കൊടുത്തു. ഇനി വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് 1-2 ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നടുവ് കയറിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതാ മുരിങ്ങയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ വഴറ്റണം. ഒരുപാട് നേരം വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, ഈ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തണ്ട. എന്നാലും അതിൻ്റെ ഒരു പച്ച ഒരു സ്മെല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി വഴറ്റുക. ഏകദേശം ഇതാ ഈ ഒരു പരിവാകുന്ന സമയത്ത് ഇപ്പം കണ്ടില്ലേ, നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയിൽ മഞ്ഞളും നല്ല ജീരകവും ചേർത്ത് അരച്ച തേങ്ങയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ചേർക്കാം കേട്ടോ. എന്നിട്ട് അരച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം, എത്ര ലൂസാണോ നിങ്ങൾക്ക് വേണ്ടിയത് അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിക്കുക ചെറുതായിട്ട്. ഇതാവുന്ന ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പത വരും. അപ്പോൾ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി മുരിങ്ങയില കറി, നല്ല പത്തിരിക്ക്, നൈസ് പത്തിരിക്ക് കൂട്ടാൻ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.